എഴുതിക്കോളൂ. പാർട്ട് ഏതാണ്? 3 ആ അല്ലേ? പാർട്ട് 3. സ്റ്റോപ്പ്. പാർട്ട് 3 EVA ഫുൾ ഫോം എന്താ? ഇക്കണോമിക്, ഇനി മിണ്ടരുത്, ഇക്കണോമിക് വാല്യൂ ആഡ്. ഇക്കണോമിക് വാല്യൂ ആഡ്. ഞെക്കിയ ഇക്കണോമിക് വാല്യൂ ആഡ് എഴുതിയില്ലേ? മീനിങ് എഴുതിക്കോളൂ. മീനിങ് ഇതെന്താ മീൻ ചെയ്ത്? മീനെ വിചാരിച്ച EVA മിണ്ടരുത്. EVA ഈസ് defined as EVA is defined as excess of profit of a firm after charging cost of capital. After charging cost of capital. അപ്പോൾ EVA എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതലുള്ള പ്രോഫിറ്റ് ഏതിനു ശേഷം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. റെസിജ്വൽ ഇൻകം എന്താ? RA മിനിമം റിക്വയർഡ് റിട്ടേൺ ആണ്. അതെപ്പോഴും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നെ ആവണമെന്നുണ്ടോ? ഇല്ല. മനസ്സിലായി പറയാം. നമ്മൾ ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് 12 രൂപയാണ് പെർസെൻറ്റേജ്, 12% ഇൻട്രസ്റ്റിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരെ. എത്ര? 12%. എത്ര എമൗണ്ട് വരെ? 1,00,000ൻ്റെ 12%, 12,000. ഇതാവും നിങ്ങളുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ. മിനിമം ഏതാണ്? 12,000. പക്ഷെ അത്ര ആവില്ലല്ലോ. നിങ്ങളുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്ര ആവും? ഒരു 20,000 ഫോർ എക്സാമ്പിൾ. ആക്ച്വൽ പ്രോഫിറ്റ് വന്നാൽ എത്രയാണ്? 50,000. അപ്പോൾ റെസിജ്വൽ ഇൻകം എത്രയാണ്? 30,000. എടാ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് എമൗണ്ട് എത്രയാ? 20,000. എന്താ റെസിജ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ? ആക്ച്വൽ പ്രോഫിറ്റിൽ നിന്ന് എന്ത് ലെസ് ചെയ്യുക? എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ലെസ് ചെയ്യുക. ആക്ച്വൽ പ്രോഫിറ്റ് 50,000 മൈനസ് 20,000 30,000 ആണെന്ന് വരിക. റെസിജ്വൽ ഇൻകം വരിക, RI വരിക. ഇതങ്ങനെയല്ല എന്ന് മനസ്സിലായ? രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇവിടെ എന്താ ഉദ്ദേശിച്ചുള്ളത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ മുകളിലുള്ള പ്രോഫിറ്റ്, അതാണ് EVA. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, അത് റെപ്രസെൻ്റ് ചെയ്യുന്ന സാധനം മിനിമം. നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായ? RIയും ഇതും തമ്മിലുള്ള എത്ര പേർക്ക് മനസ്സിലായി? കഴിഞ്ഞ ദിശ മനസ്സിലായ ആളുകൾ? RI എന്താണെന്നറിയോ? കേട്ടില്ല? എന്താ അത് കാണാനുള്ള ഇക്വേഷൻ എന്താ? RI is equal to ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്. ഏതാ? നിങ്ങൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒരു 20,000 എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് 1,00,000ആണ്. 1,00,000ൻ്റെ 10% എത്ര? 10,000. അപ്പോൾ എത്ര രൂപയാണ് RI വരിക? 10,000. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? EVA എന്താ? EVA ഇങ്ങനെ തന്നെ, ചെറിയ മാറ്റങ്ങളുണ്ട്. ഞാൻ ഇക്വേഷനൊക്കെ വേറെ പറഞ്ഞുതരാം. EVA എന്താ പറയുന്നത് വെച്ചാൽ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നെ വരും. എത്രയാ? 20,000. എന്നിട്ട് അതിൽ നിന്ന് എന്താ ലെസ് ചെയ്യുക? എക്സ്പെക്റ്റ് ചെയ്ത പ്രോഫിറ്റ് അല്ല, നിങ്ങളുടെ എന്താണ്? കോസ്റ്റ് ഓഫ്. അപ്പോൾ 1,00,000ൻ്റെ നിങ്ങൾ
കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വാക്ക് വരുന്നത് നിങ്ങൾക്ക് വരുന്നത് 8%. അപ്പോൾ എത്ര വരും? 8,000. ഓക്കെ അല്ലേ? ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റ്, ഇത് നിങ്ങൾക്ക് മിനിമം വേണ്ട പ്രോഫിറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എത്ര വരും? 12,000. 12,000 എന്തെന്ന് വിളിക്കും? EV എന്ന് വിളിക്കും. RI ഇതാണ് എത്ര? 10,000. അപ്പോൾ ഈ രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കോമൺ സെൻസിൽ ഇതിങ്ങനെ എഴുതുമ്പോൾ തോന്നൂലേ എക്സസ് ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലുള്ള പ്രോഫിറ്റ് തന്നെയല്ലേ? RIയും ഏകദേശം ഇതുപോലുള്ള സാധനം തന്നെയല്ലേ? അപ്പോൾ രണ്ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇത് മിനിമം നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഈ ഫണ്ട് റേസ് ചെയ്ത് ആ ഫണ്ട് റേസ് ചെയ്ത എമൗണ്ട് കവച്ചു വെക്കുന്ന പ്രോഫിറ്റ്, അതാണ് ഇത് EVA. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഫണ്ട് റേസ് ചെയ്ത 8 ഉണ്ടാവും, പ്ലസ് ഒരു 2,000 രൂപ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കൂലേ? അതും കൂടെ കവച്ചു വെക്കുന്ന എമൗണ്ടാണ് ഇത് RI എന്നൊക്കെ പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ചെറിയ പേഴ്സ്പെക്റ്റീവിൽ വ്യത്യാസമേ ഉള്ളൂ. ഏകദേശം രണ്ടും എന്താണ്? ഒന്ന് തന്നെയാണ് ഏകദേശം. ഇപ്പോൾ ഓക്കെ ഒരു കൈ എന്തിച്ചേ. നോക്കാത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് കണ്ട വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കോ. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഈക്വേഷനിലേക്ക് പോയി. ഓക്കെ, എഴുതിക്കോളൂ. EVAക്ക് 2 ഇക്വേഷൻ ഉണ്ട്, രണ്ടും സെയിം ആണ്. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്തോളൂ? യൂസ് ചെയ്തോളൂ. രണ്ടിൻ്റെ ലോജിക്ക് ഒന്നാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ രണ്ടിലും ചെയ്തു തരാം. ആദ്യം EVA ഈസ് ഈക്വൽ ടു നോ പാറ്റ് പറഞ്ഞാൽ എന്താ? നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു വാക്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു വാക്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു വാക്. മറ്റൊരു ഇക്വേഷൻ, ഇതിൻ്റെ ഫുൾ ഫോം എഴുതിക്കുക. എന്താ? നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ബ്രാക്കറ്റിൽ എഴുതണം ബട്ട് ഇറ്റ് ഈസ് ഇതാരട്ടിതിനെ ഓഫ് ചെയ്തില്ലേ? ഓഫ് ചെയ്യും. ശബ്ദം ഇതിൽ പിടിക്കും. ബട്ട് ഇറ്റ് ഈസ് ഞാൻ ഇപ്പം എന്താ പറയാം? ബട്ട് ഇറ്റ് ഈസ് ബിഫോർ ഇൻട്രസ്റ്റ്. which means എഴുതി വെക്കുക അതിൻ്റെ കൂടെ തന്നെ. which means this is the profit available to both equity and debt holders. മനസ്സിലായുണ്ടാവില്ല അല്ലേ? പറഞ്ഞാൽ ഈ പ്രോഫിറ്റ് ഇല്ലേ, നോട്ട് ബാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആർക്കൊക്കെയുള്ള പ്രോഫിറ്റാണ്? ഡെപ്റ്റ് ഹോൾഡേഴ്സ്, പിന്നെ ഏതാ? ഇക്വിറ്റി ഹോൾഡേഴ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് തരാം, ഒരു ചെറിയ എക്സാം, പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എഴുതി തരണ്ടേ. ഇപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടിയില്ലേ അല്ല, ഇവിടെ നിന്നല്ലേ തുടക്കം? ബിഫോർ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഒരു എമൗണ്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 1 lakh ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ആദ്യം എന്താ ലെസ് ചെയ്യേണ്ടത്? ടാക്സ് ആണോ ഇൻട്രസ്റ്റ് ആണോ? ആദ്യം ടാക്സ് ആണോ ഇൻട്രസ്റ്റ് ആണോ? ഇൻട്രസ്റ്റ്. അപ്പോൾ ടാക്സ് സേവിങ്സ് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അല്ലേ, അതും കഴിഞ്ഞിട്ട് എമൗണ്ട് അല്ലേ ടാക്സ് കൊടുക്കണ്ടേ. ഇൻട്രസ്റ്റ് വരുന്നത് ഒരു 30,000 ആണെന്ന് വിചാരിക്കാം. പ്ലീസ്. അപ്പോൾ എത്ര വരും? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്ര വരും? 70,000.
ടാക്സ് 10% വിചാരിക്കാം. എത്ര? 7000. എത്ര രൂപ വരും? 63,000. ഇതിനാണ് നമ്മൾ എന്ത് പറയാം? പാറ്റ് എന്ന് പറയും. ഇതിലേതാണ് നോ പാറ്റ്? നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏതാണ്? 63,000 അല്ലേ? അപ്പം ഞാൻ ഇവിടെ എഴുതിയ എന്തിനാ? വെറുതെ ഭ്രാന്തായിട്ടാണ്. ബിഫോർ. എടാ ഈ പാറ്റ് ഏതാണ്? ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആണോ ബിഫോർ ഇൻട്രസ്റ്റ് ആണോ? ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇൻട്രസ്റ്റ് ഇവിടുന്ന് കുറച്ചിട്ടില്ലേ? അപ്പോൾ ഇത് ഏതാണ്? ആഫ്റ്റർ ഇൻട്രസ്റ്റ് അല്ലേ? അപ്പോൾ ഇതാണോ നോ പാറ്റ്? ഇതല്ല നോ പാറ്റ്. എന്ത് ചെയ്യണം നിങ്ങൾ? പാറ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പക്ഷെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഏതാണ്? ആഫ്റ്റർ ടാക്സ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തരാം. അത് കുറച്ച് അടുത്തൊരു ലെവൽ ഡിസ്കഷനാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് പാറ്റ് അല്ല നോ പാറ്റ്. ഓക്കെ അല്ലേ? പാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചോദിക്കട്ടെ, പാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് അവൈലബിൾ. ഫുൾ ഫോം അല്ല. പ്രോഫിറ്റ് അവൈലബിൾ ടു. ഇത് ആർക്കുള്ള പ്രോഫിറ്റാ? ഇതിൽ നിന്നും ഡെപ്റ്റ് ഹോൾഡേഴ്സിന് പൈസ കൊടുക്കണം. വേണ്ട, കാരണം ഓൾറെഡി അവർക്കുള്ള എമൗണ്ട് 30,000 കൊടുത്തില്ലേ. അപ്പൊ ഇത് പ്യൂർലി ആർക്കുള്ളതാണ്? പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള പൈസയാണ് എത്ര? പാറ്റ്. നമുക്ക് വേണ്ടത് ഏതാ? നോ പാറ്റ്. നോ പാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയതിന്റെ മുകളിൽ എന്താ? വായിക്കേ. ദിസ് ഈസ് ദ എമൗണ്ട് പ്രോഫിറ്റ്. പറയടാ. Profit available to both equity and debt holders, which means this is the profit before deducting interest and dividend. Tax ഉണ്ടോ? ബിഫോർ ടാക്സ്. എന്തായാലും ബിഫോർ ടാക്സ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ടാക്സ് എന്തായാലും കുറയ്ക്കണ്ടേ? ടാക്സ് കുറച്ചിട്ടുള്ള പൈസ അല്ലേ കിട്ടുള്ളൂ. ആർക്ക്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. ഓക്കെ അല്ലേ? അപ്പോൾ ബിഫോർ ഏതാണ്? സോറി, ആഫ്റ്റർ ടാക്സ് ആണ്. പക്ഷെ ബിഫോർ ഏതാ? ഇൻട്രസ്റ്റ് ആണ്. ഇതൊക്കെ മറന്നേക്കൂ. നമുക്ക് വേണ്ടത് ഇത്ര മാത്രമാണ്. എഴുതിയാ നിങ്ങൾ ഇതുവരെ? ഇല്ലേ? അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? റിപ്പീറ്റ്. EVA പറയും. ഇക്കണോമിക് വാല്യൂ ആഡഡ്. എന്താ? EVA ഈസ് ദ ഡിഫൈൻഡ് ആസ് എക്സസ് ഓഫ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി അല്ലെങ്കിൽ ഫേം ആഫ്റ്റർ ചാർജിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതിന്റെ മലയാളം എന്താ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കഴിഞ്ഞതിന് ശേഷമുള്ള എന്ത് അതന്നെയല്ലേ ഇക്വേഷൻ ആയിട്ട് എഴുതിയിട്ടുള്ളത്? ദിസ് ഈസ് ദ പ്രോഫിറ്റ്. സിംപ്ലി പറഞ്ഞു ഇതേതാ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. 10 ലക്ഷം റുപ്യാണ് എന്ത്? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് കരുതാം. അതിൻ്റെ 20% എന്തിനാവശ്യമായിട്ട് വന്നിട്ടുണ്ട്? ആ ഫണ്ട് റേസ് ചെയ്യാനുള്ള പലിശയായിട്ട് വന്നിട്ടുണ്ട് വിചാരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അത് കുറച്ചുള്ള ബാക്കി എമൗണ്ടാണ് നമ്മൾ എന്ത് പറയാം? EVA എന്ന് പറയാം. അപ്പോൾ മുകളിലത്തെ ഈ തിയറിയാണ് നമ്മൾ എന്തായിട്ട് എഴുതിയിട്ടുള്ളത്? ഇക്വേഷനായിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? മറ്റൊരു ഇക്വേഷനും കൂടെ പറയാനുണ്ട്. പറയട്ടെ? ഓർ അടിയിൽ എഴുതിക്കും. EVA എഴുതിക്കും. EVA ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ROC എന്താവും? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് മൈനസ് വാക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇൻറ്റു ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഫുള്ളായിട്ട് തന്നെ എഴുതി വെച്ചാൽ ഇൻറ്റു ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ? നോക്കാം. കുറച്ച് വലിയൊരു ടൈപ്പ് സാധനം തന്നെ സെറ്റ് ചെയ്യാം പ്ലീസ്. എക്സാമ്പിൾ പറയട്ടെ? ഇത് രണ്ടും ഒന്നാണ് അല്ലേ? ഇത് രണ്ടും ഒന്ന് പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ഈ രണ്ട് ഇക്വേഷനും
ഒരു നൽകും തോന്നുന്നില്ല. രണ്ടിലും ഒന്ന് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇല്ല, രണ്ടിലും വാക്ക് ഉണ്ടല്ലേ, നോ പാറ്റ് ഉണ്ട് അല്ലേ, ഉണ്ട് നോ പാറ്റ് ഉണ്ട്. നോ പാറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് ഇത് ROC. ഓക്കെ അല്ലേ, നോ പാറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് ഇത് ROC എങ്ങനെ കാണുമല്ലോ, നോ പാറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഓക്കെ യെസ്. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾ തരട്ടെ. നോ പാറ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ കണ്ടെത്തണം, അടുത്ത സ്റ്റെപ്പിൽ പഠിക്കാം. റുപ്പീസ് 2 lakhs, എത്ര? 2 ലക്ഷം. അങ്ങനെ കിട്ടിയാൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ഏൺ എത്രയാണ്? 2 lakh. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്ത് പറയാം, പ്രോഫിറ്റ് ഏൺഡ്. നമ്മൾ ഏൺ ചെയ്ത എന്താണ്? പ്രോഫിറ്റാണ്. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, ഇൻവെസ്റ്റഡ് എമൗണ്ട് റുപ്പീസ്, ഇൻവെസ്റ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ അല്ലേ? ഈ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ ഏതൊക്കെ ക്യാപിറ്റൽ എംപ്ലോയിഡ് വരും? അടുത്ത ചോദ്യം. ക്യാപിറ്റൽ എംപ്ലോയിഡ് പറഞ്ഞാൽ ഏതാ? നിങ്ങൾ പറഞ്ഞു എന്താ? ഇത് ഞാൻ ഒരു സാധനം തരാം. ഇതൊരു ബാലൻസ് ഷീറ്റാണ്. ഇവിടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്, പിന്നെ ലോൺ ഡിബഞ്ചർ ഉണ്ട്, 10% ഡിബഞ്ചർ. ഇതിലേതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്? ഷെയർ ക്യാപിറ്റൽ. അത്രേ ഉള്ളൂ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ. പറയും, മൂന്നും കൂടെ കൂട്ടുന്നതാണ് ഇത് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇതും ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും, അതും ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പം എന്താ വ്യത്യാസം? ഇത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അപ്രോച്ചാണ്. ഏത് അപ്രോച്ചാണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇത് ആരുടെ പൈസയാണ്? ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും ഓണർ, യഥാർത്ഥ ബിസിനസ്സിൻ്റെ ഓണറുടെ പൈസയാണ്. ഓക്കെ അല്ലേ? എന്ത് ഈ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ മലയാളം എന്താ? നമുക്ക് ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ട പൈസ, അതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ഡിബഞ്ചറും ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലേ? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, അതും ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലേ? അല്ലേ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ഓക്കെ അല്ലേ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അപ്രോച്ചിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഏത് മാത്രമേ ഉള്ളൂ? ഷെയർ ക്യാപിറ്റൽ, പിന്നെ ഏതാണ്? റിസർവ്സ് ആൻഡ് സർപ്ലസ്. എന്നാൽ ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എപ്പോഴാണ് പറയുക? ഏത് അപ്രോച്ചിലാണ് പറയാം? ലോങ് ടേം ഫണ്ട് അപ്രോച്ച്. ഏത് അപ്രോച്ചാണ്? ലോങ് ടേം ഫണ്ട് അപ്രോച്ച്. ഓക്കെ അല്ലേ? ഇത് രണ്ടും വ്യത്യസ്തമായ അപ്രോച്ചുകളാണ്. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ 100 crore വിചാരിക്കാം, റിസർവ്സ് എത്ര? 5 കോടി. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് എത്ര വേണമെങ്കിൽ പറയാം? 15 കോടി എന്ന് പറഞ്ഞൂടെ? ഓക്കെ അല്ലേ? ബാങ്കിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലോൺ എടുത്തിട്ടുണ്ട്. എത്രയാ? 3 crore. ഒരു 7 crore ഡിബഞ്ചറുണ്ട്. ഓക്കെ, ഈ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഈ ഫണ്ടും കൂടെ ഉൾപ്പെടുത്തണ്ടേ? അങ്ങനെ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞ് 15ഉം എത്രയാണ്? 25 എന്ന് പറഞ്ഞൂടെ? അല്ലേ? അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് 2 അപ്രോച്ച് ഉണ്ട്. ഒന്ന് ഏതാണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അപ്രോച്ച്. അടുത്തേതാ? ലോങ് ടേം ഫണ്ട് അപ്രോച്ച്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് അവൈലബിൾ ടു ആർക്കുള്ളതാണ്? ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇത് ആർക്കുള്ളതാണ്? ബോത്ത് ആർക്കാണ്? ഇക്വിറ്റി ആൻഡ് ഏതാണ്? ഡെപ്റ്റ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡെപ്റ്റ് എന്ന് പറയാം അല്ലേ? എക്സ്റ്റേണൽ ലയബിലിറ്റിയാണ് ഡെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇക്വിറ്റി ആൻഡ് ഏതാണ്? ഡെപ്റ്റ്. അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അപ്രോച്ച് ആണെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്ര വരാം? 15 കോടിയാണ്. എന്നാൽ ഇവിടെ 15ഉം + 10ഉം അങ്ങനെ എത്ര വരും? 25 കോടി. ഓക്കെ അല്ലേ? സമ്മപ്പ് ചെയ്യട്ടെ അല്ലേ? അപ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഇവിടെ എടുക്കുക എന്നാണ് അടുത്ത ചോദ്യം. ഇത് മനസ്സിലായില്ലേ? ക്യാപിറ്റൽ എംപ്ലോയിഡ് 2 തരം ഉണ്ട്. ഒന്ന് ഏതാ പറഞ്ഞേ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അപ്രോച്ച്. അതിലേതാണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അപ്രോച്ചിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇനി ലോങ് ടേം ഫണ്ട് അപ്രോച്ച് ആണെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് ഡെപ്റ്റ്. ഡെപ്റ്റ് മേ ബി ഏതാവാം? ഡിബഞ്ചർ, ലോങ് ടേം ലോൺ, ടേം ലോൺ എന്നൊക്കെ പറഞ്ഞു വരും. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ഇവിടുത്തെ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഏതാ? ഇവിടുത്തെ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഏതാ? ലോങ് ടേം ആണ്. വൈ? ഡെപ്റ്റേഴ്സ്
നമ്മളിവിടെ ഉപയോഗിച്ചത് ഏതാണ്? KO എന്നുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഇവിടെ ഏത് ഉപയോഗിക്കില്ല? വാക്ക്. രണ്ടും ഒന്നാണെങ്കിൽ പോലും ഓക്കെ അല്ലേ? വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ കാണുക? KE into weight of equity plus KD into weight of debt. KD into 1 minus tax into ഏതാണ്? വെയിറ്റ് ഓഫ് ഡെപ്റ്റ്. അപ്പം അതിൽ ഏതൊക്കെ പോർഷൻ ഉണ്ട്? ഡെപ്റ്റും ഉണ്ട്, പിന്നെ ഏതുണ്ട്? ഇക്വിറ്റി ഉണ്ട്. അപ്പം ഇതിൻ്റെ ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആരുടെ പെർസെൻറ്റേജ് മാത്രമല്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വേണ്ട കോസ്റ്റ് മാത്രമല്ല, ആർക്കും ഉണ്ട്? ഡെപ്റ്റ് ഹോൾഡേഴ്സിനുണ്ട്. അപ്പം നിങ്ങൾ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ക്യാപിറ്റൽ ഏതായിരിക്കണം? ഇക്വിറ്റിയും പിന്നെ ഡെപ്റ്റും ചേർന്നതായിരിക്കണം. വേണ്ടേ? ഈ പറയും ശരിയല്ലേ ഞാൻ പറഞ്ഞു? രണ്ടും കൂടെ വേണ്ടേ? ഏതൊക്കെ വേണം? ഇക്വിറ്റി വേണം, ഡെപ്റ്റ് വേണം. അപ്പോഴേ അക്കൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അപ്രോച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് വാക്ക് പറ്റില്ല. ഏതേ പറ്റുള്ളൂ? KE മാത്രം എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇവിടുത്തെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയൂ? ഏത് അപ്രോച്ചാ? ലോങ് ടേം ഫണ്ട് അപ്രോച്ചാണ്. അപ്പോൾ അത് ആ ഒരു നോട്ട് എഴുതണം. ആ ഒരു നോട്ട് നമ്പർ 1 ആണ്. അത് ഞാൻ ക്വസ്റ്റ്യൻ എഴുതി തരാം. ആദ്യം എന്ത് ചെയ്യാം? ഇതുണ്ട്, കംപ്ലീറ്റ് ചെയ്യട്ടെ. ശ്രദ്ധിക്കാം. ഇപ്പം തുടങ്ങിയല്ലേ? അപ്പോൾ ഇവിടുത്തെ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ ഏതുണ്ട് പറയൂ മക്കളെ? ഡെപ്റ്റ്. ഓക്കെ അല്ലേ? ഡെപ്റ്റ് അല്ലെങ്കിൽ ഏതാണ്? ലോൺ. ഒരു 10 ലക്ഷം ഉണ്ട്, 20 ലക്ഷം ഉണ്ട്. എത്ര? 20. പിന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ട്? ഒരു 10 ലക്ഷം ഉണ്ട്. പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒരു 10 ലക്ഷം ഉണ്ട്. മതി. ഇതൊക്കെ കൂടെ കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? ക്യാപിറ്റൽ എംപ്ലോയിഡ്. എത്രയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് വരിക? 40 lakh. ക്ലിയർ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? വാക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടെത്തണ ക്വസ്റ്റ്യൻ ഔട്ടാ. നോ പാറ്റിന് നമ്മൾ വർക്കിംഗ് നോട്ട് കൊടുക്കണം, ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാൻ വർക്കിംഗ് നോട്ട് കൊടുക്കണം, വാക്ക് എന്ത് ചെയ്യണം? വർക്കിംഗ് നോട്ട്. ഇങ്ങനെ വലുതാകുമ്പോഴാണ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? വലുതാകും. ഇതൊക്കെ ഇപ്പം തന്നു. വാക്ക് 40 ലക്ഷത്തിൻ്റെ 10% 4 ലക്ഷം വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 12 ലക്ഷം ആക്കാൻ നോ പാറ്റ് കുഴപ്പമില്ലല്ലോ. ഇവിടെ വാക്ക് എത്ര പറഞ്ഞു? 10%. ഓക്കെ അല്ലേ? അല്ലേ? യെസ്. ഇത്രയാണ് ഇൻഫർമേഷൻ. എന്തൊക്കെ തന്നിട്ടുള്ളൂ ഒന്നുകൂടെ പറഞ്ഞേ. നോ പാറ്റ് എത്ര എമൗണ്ട്? 12 lakh. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? ടോട്ടൽ 40 lakhs. പിന്നെ വാക്ക് എത്രയാണ്? 10%. യെസ് യെസ് യെസ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് പോവാം. എന്താ ഒന്നാമത്തെ ഇക്വേഷൻ? പറയും. EVA ഈസ് ഈക്വൽ ടു പറയും മക്കളെ, നോ പാറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു വാക്ക്. വാക്ക് മീൻസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നോ പാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 12 lakhs മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 lakhs ഇൻറ്റു വാക്ക് എത്ര പെർസെൻറ്റേജാണ്? 10%. അപ്പോൾ എത്ര വരും? 40 ലക്ഷത്തിൻ്റെ 4 ലക്ഷം അല്ലേ? 12 4 പോയി കഴിഞ്ഞാൽ 8 ലക്ഷത്തിൻ്റെ പേരാണ് ഏത്? EVA. ഇനി ഒന്ന് ആലോചിച്ചു. EVA എന്ന് പറഞ്ഞാൽ എന്താ? എക്സസ് ഓഫ് പ്രോഫിറ്റ് ഓവർ ഏതാണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര ഉള്ളത്? 4 lakh അല്ലേ ഇവിടെ ഉള്ളത്? ഇതല്ലേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിന് മുകളിലുള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 8 lakh ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് EVA. ഓക്കെ അല്ലേ? മറ്റൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. മറ്റൊരു ഇക്വേഷൻ അതൊന്നും നോക്കാം അല്ലേ? അതും കൂടെ നോക്കാം. രണ്ടിലും 1 കിട്ടണ്ടേ? അപ്പോഴല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലടാ. യെസ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതണേ. ഓർ അല്ലേ? പറഞ്ഞേ എന്താ പറയും? EVA ഈസ് ഈക്വൽ ടു പറയും മക്കളെ. EVA ഈസ് ഈക്വൽ ടു ROC മൈനസ് വാക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു സാധനമുള്ള ഏതാ? ROC, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അത് ഉദ്ദേശിച്ചത് ആ പേരിൽ തന്നെ റിട്ടേൺ ഡിവൈഡഡ് ബൈ ഏതാണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ്. റിട്ടേൺ ഹിയർ മീൻസ് വിച്ച് റിട്ടേൺ? നോ പാറ്റ്. വെറും പാറ്റ് അല്ല. ഓക്കെ അല്ലേ? അവിടുത്തെ റിട്ടേണിൽ നിങ്ങൾ എന്താ എടുത്തിരുന്നത്? ROE. വെറും ROE ആണെങ്കിൽ എന്താ എടുക്കാറുള്ളത്? എടാ നിങ്ങൾ പണ്ട് പഠിച്ചു, മുകളിൽ ഇന്ന് പഠിച്ചല്ലേ ROE. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നോ? പാറ്റ് അല്ലേ? അതിന് ഇൻട്രസ്റ്റ് കുറയ്ക്കണ്ടേ? വേണം. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ അതിന് നിങ്ങൾ എടുക്കുന്ന ക്യാപിറ്റൽ എംപ്ലോയിഡ് ഏതാ? എടാ നോമിനേറ്റർ ആർക്കുള്ള പ്രോഫിറ്റ് ആണ്? പ്രോഫിറ്റ് അവൈൽ. പാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
profit available to equity shareholders only because the profit portion അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഇൻട്രസ്റ്റ്. ഡെപ്റ്റ് ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് കൊടുക്കുമോ? ഇല്ല. പക്ഷെ അതിന് ഇൻട്രസ്റ്റ് അല്ലേ? അപ്പം ഇൻട്രസ്റ്റ് ലെസ് ചെയ്താലുള്ള എമൗണ്ട് പിന്നെ ആർക്കുള്ളതാ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ലെസ് ചെയ്യുന്നതിന് മുൻപുള്ളതാണ് ആർക്കുള്ളത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ പാറ്റ് ഓൾറെഡി എടുത്തല്ലേ? അപ്പം ഡിനോമിനേറ്റർ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഏതാവണം? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അപ്രോച്ച് ആവണ്ടേ? അപ്പൊ മുകളിലത്തെ എന്താണ്? പ്രോഫിറ്റ് ആർക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ ഡിവൈഡഡ് ബൈ ആരുടെ ഫണ്ട് മാത്രം എടുക്കാൻ പാടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ ഏതാ എടുക്കുന്നത്? നോ പാറ്റ് ഡിവൈഡഡ് ബൈ ഏതാണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇവിടുത്തെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് ഇക്വിറ്റി ആൻഡ് ഏതാണ്? ഡെപ്റ്റ് ഹോൾഡേഴ്സ്. എല്ലാ മക്കളെ, നോമിനേറ്റർ തീരുമാനിക്കും ഡിനോമിനേറ്റർ ഏതാ? മനസ്സിലായോ? നോമിനേറ്റർ തീരുമാനിക്കും ഏതാണ്? ഡിനോമിനേറ്റർ. തിരിച്ചും പറയാം, ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഏത് അപ്രോച്ചാ? ലോങ് ടേം ഫണ്ട്. അപ്പൊ മുകളിലുള്ള നോമിനേറ്ററിൽ ആർക്കുള്ള പ്രോഫിറ്റും കൂടെ ഉണ്ടാവണം? ഇക്വിറ്റിയും ഡെപ്റ്റ് ഹോൾഡേഴ്സിനുള്ള ഉണ്ടാവും. ഇൻറ്റു എത്രയാ? 100. അപ്പൊ നോ പാറ്റ് എത്ര ഉള്ളത്? മുകളിൽ 12 ലക്ഷം അല്ലേ? ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്ര ഉള്ളത്? 40 lakh ഇൻറ്റു 100. 30. ഓക്കെ, 30%. മുകളിൽ കൊണ്ടുപോയിടാ ഇനി അല്ലേ? മുകളിൽ കൊണ്ടുപോയിട്ടൂടെ. ROC എത്ര കിട്ടി? 30%. അപ്പോൾ 30% മൈനസ് വാക്ക് ഓൾറെഡി വി നോ ദാറ്റ് എത്രയാ? 10%. ഓക്കെ അല്ലേ? ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 40 lakhs. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലെസ് ചെയ്ത് എത്ര വരും? 30 10 പോയാൽ 20%. ഏതിൻ്റെ? 40 lakhൻ്റെ എത്ര വരും? 8 lakh. ശരിയല്ലേ? ഇവിടെ 8 lakh ഉണ്ട്, ഇവിടെ എന്തുണ്ട്? 8 lakh ഉണ്ട്. അപ്പോൾ രണ്ട് ഇക്വേഷൻ എന്താണ്? ഒരേ ഇമ്പാക്റ്റ് ആണ് വരിക. ഓക്കെ, ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവൂല ഏത് ഇക്വേഷൻ്റെ ഇൻഫർമേഷൻ ആണ് ഡയറക്റ്റ് ഉള്ളത് അല്ലേ? ഇപ്പൊ നോ ബാറ്റ് ഈ മുകളിൽ തന്ന ഇൻഫർമേഷൻ ആണ് കുഴപ്പമില്ലല്ലോ. ഒരെണ്ണത്തിൽ നോ ബാറ്റ് തന്നില്ല, പകരം എന്ത് തന്നെ? ROC ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യാം? നമുക്ക് സമ്മപ്പിയല്ലേ? അപ്പം നമ്മൾ ആദ്യം മുതൽ പറയണം, EVA എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അടിപൊളി കോൺസെപ്റ്റ് ആണ്. ഇത് പണ്ടല്ല എപ്പോഴും ഫൈനലിലുണ്ട്. ഫൈനലിൽ പലപ്പോഴും SPM എന്നുള്ള സാധനത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുള്ള ഒരു റെക്കറേജ് ചോദിക്കാറുള്ള 8 മാർക്ക് 7 മാർക്കിന് ചോദിക്കാറുള്ള ഒരു സാധനമാണ്. ഇപ്പം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഒരു മറ്റേ ഇതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഉണ്ട്. ഏതിനാണ്? നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു MTP വന്നിരുന്നു, മോക്ക് ടെക്സ്റ്റ് പേപ്പർ. അടിപൊളി ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് എന്ത് ചെയ്യണം? ചെയ്യണം. ഇനിയിപ്പോൾ ഇന്ന് പറ്റിയില്ലെങ്കിൽ എന്നാണോ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ഫൈനലിൻ്റെ ഇതിൽ നിന്ന് എടുത്താൽ ഫൈനലിൻ്റെ മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മറക്കരുത്, അത് ഓർമ്മിക്കണം. ഓക്കെ, യെസ്. ലാസ്റ്റ് ഇതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എടുക്കാം. ഓക്കെ അല്ലേ? ചിലപ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവുക? എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. കുറേ മുന്നുള്ള MTPയിലുള്ള സാധനമൊക്കെ, അതെ ഡിറ്റോ സാധനമൊക്കെ. ആ ക്വസ്റ്റ്യനൊക്കെ ആദ്യം കിട്ടിയ ഒരു കുന്തും ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഓക്കെ അല്ലേ? ഞാനത് ചെയ്ത് പിന്നെ എവിടെ എത്തിയിട്ടാണ് ഞാൻ ആദ്യം ഇപ്പം ഞാൻ എന്ത് ചെയ്യില്ല, ആദ്യമൊന്നും ചെയ്ത് നോക്കില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ അറിയാത്ത സാധനങ്ങൾ വിടും. കാരണം ഇപ്പോൾ അവർ സജസ്റ്റഡ് വരട്ടെ, അവർക്ക് കുറേ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഒരു ആൻസർ ഫൈനലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ട് എത്തിക്കും പറയും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ കാണാത്ത സാധനം നമുക്ക് കുറേ ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ആൻസർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? മാച്ച് ചെയ്യാനൊരു സാധനം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇനി ഒന്ന് പറഞ്ഞ ലാസ്റ്റ് ഒന്ന് പറഞ്ഞ EVA സീക്രട്ട് കുറച്ച് ഒപ്പം തന്നെ പഠിച്ചു. ഇനി ഞാൻ ചോദിക്കും പഠിച്ചില്ല എന്ന് പറയണ്ട. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കുറേ അരമണിക്കൂറൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. പറയാം എന്താ? EVA സീക്രട്ട് നോ ബാറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു വാക്ക്. വാക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. നമ്മുടെ KO എന്ന് പറയുന്നതിനാണ് വാക്ക്. അടുത്ത് ക്യാപിറ്റൽ എംപ്ലോയിഡ് മീൻസ് ഏതാണ്? ലോങ് ടേം ഫണ്ട് അപ്രോച്ച്. ഇവിടുത്തെ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഏതൊക്കെ ഉണ്ട്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് ടേം ലോണ്, ഡെപ്റ്റ്, അല്ലെങ്കിൽ ഏതാണ്? ഡിബഞ്ചർ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നോ പാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയും? നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു പാറ്റ് ബിക്കോസ് in PAT they already deducted the interest. We want a profit before deduction of interest. അപ്പോൾ അതിലൊരു പ്രശ്നം വരുന്നുണ്ട് അവിടെ. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. അതാണ് ഇവിടുത്തെ പരിപാടി. ഓക്കെ അല്ലേ? യെസ്. ഞാൻ പറയാം, കാണിച്ചു ഒരു എക്സാമ്പിൾ. ഇനി എന്താണ്? വിച്ച് മീൻസ് എന്താണ്? ഇതുകൊണ്ട് നോ പാറ്റിൽ എന്താണ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യാത്തത്? ബട്ട് ഇറ്റ് ഈസ് ബിഫോർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
ബിഫോർ ഡിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്. അത് എന്തുകൊണ്ടാണ്? കാരണം പറയും, വിച്ച് മീൻസ് ദിസ് ഈസ് ദ പ്രോഫിറ്റ് പറയും അവൈലബിൾ ടു ബോത്ത് ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ഹോൾഡേഴ്സ് ആണ്. അതെടുക്കണം. ദെൻ മറ്റൊരു ഇക്വേഷൻ ഏതാ? EVA ഈക്വൽ ടു പറയും ROC മൈനസ് WACC ഇൻറ്റു ക്യാപിറ്റൽ എംപ്ലോയിഡ്. പിന്നെ താഴത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഓക്കെ അല്ലേ? ചെയ്തോളൂ.